എല്ലാവർക്കും സയൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ചാന്ദ്രദിന ക്വിസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചാന്ദ്രദിനം എന്ന് ജൂലൈ 21. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത്? സൂര്യൻ. സൂപ്പർ മൂൺ എന്നാൽ എന്ത്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം ആര്യഭട്ട. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഏത്? ഉത്തരം സരൾ. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര് എന്ത്? സൂപ്പർനോവ. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി ഏത്? നാസ. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ഏത്? ടൈറ്റാനിയം. സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത്? ബുധൻ. എന്നാണ് ഭൗമദിനം? ഏപ്രിൽ 22. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര? 1.3 സെക്കൻഡ്സ്. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഗലീലിയോ ഗലീലി. ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ് ആര്? H.G. വെൽസ്. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? കോപ്പർനിക്കസ്. ചന്ദ്രനിൽ നിന്നും നോക്കിയാൽ കാണുന്ന ഭൂമിയിലെ ഏക മനുഷ്യ നിർമ്മിത വസ്തു ഏത്? ചൈനയുടെ വൻമതിൽ. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? തുമ്പ. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? 12 വർഷം. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലയം വയ്ക്കും? 13 തവണ. ആദ്യ ചന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത്? പ്രശാന്ത സമുദ്രം. ഇൻസാറ്റിന്റെ പൂർണ്ണരൂപം ഏത്? ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം ഏത്? കറുപ്പ്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയം? ശനി. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ശുക്രൻ. ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹം ഏത്? കൽപ്പന 1. വ്യാഴം എന്ന ഗ്രഹത്തിൽ ഇടിച്ച ഒരു വാൽനക്ഷത്രം? ഷുമാർക്കർ ലെവി നയൺ. സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര? 8.2 മിനിറ്റ്സ്. കുടുകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ഏത്? റഷ്യ. ചന്ദ്രൻ ഒരു തവണ ഭൂമിയെ വലയം വെക്കാൻ വേണ്ട സമയം? 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റും.